കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് മത്സരത്തിനായി നാളെ ഇറങ്ങുകയാണ്. കരുത്തരായ ഒഡീഷ എഫ് സിയാണ് ബ്ലാസ്റ്റേഴ്സിന്റെ എതിരാളികൾ. ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ വമ്പൻ മാറ്റങ്ങളോടുകൂടിയാണ് ഇറങ്ങുന്നതെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ഈ മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സ് ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പിലേക്ക് നമുക്കൊന്ന് കണ്ണോടിക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കും മുമ്പേ നമ്മുടെ ചാനൽ കണ്ടുപോകുന്ന ഏകദേശം 95% പേരും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് നമ്മുടെ ചാനൽ പരമാവധി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയോട് തന്നെ കിടക്കാം. കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഒഡീഷ എഫ് സിക്കെതിരെ ബ്ലാസ്റ്റേഴ്സിന്റെ പ്ലേ ഓഫ് മത്സരം കളിക്കാനായി ഇറങ്ങുകയാണ്. ഒരു ജീവൻ മരണ പോരാട്ടം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിന് നാളെ പുറത്തെടുക്കാനുള്ളത്. കാരണം നാളെ ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടാൽ ISL 10ാം സീസണിൽ നിന്നും ബ്ലാസ്റ്റേഴ്സ് പുറത്തേക്ക് പോകും. ഒഡീഷ എഫ് സി സെമിയിലേക്ക് പോകും. അതേസമയം ബ്ലാസ്റ്റേഴ്സ് നാളെ ജയിക്കുകയാണെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന് സെമി ഫൈനലിലേക്ക് മുന്നേറാം. അവിടെ സെമിയിൽ 2 മത്സരങ്ങളുണ്ട്. അവിടെ കൊച്ചിയിൽ വെച്ചും ബ്ലാസ്റ്റേഴ്സിന് മത്സരം കളിക്കാം. ആ 2 മത്സരങ്ങളും മോഹൻ ബഗാനെതിരെ ആയിരിക്കും ബ്ലാസ്റ്റേഴ്സ് കളിക്കേണ്ടത്. എന്തായാലും ബ്ലാസ്റ്റേഴ്സ് ഈ മത്സരത്തിൽ ഇറങ്ങാൻ സാധ്യതയുള്ള ഒരു പോസിബിൾ ലൈനപ്പ് നമുക്ക് നോക്കാം. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ഗോൾ കീപ്പറായി ഈ മത്സരത്തിലും ഇറങ്ങാൻ സാധ്യതകൾ കാണുന്നത് ലാറ ശർമ്മയിൽ തന്നെയാണ്. ലാറ ശർമ്മ തന്നെ ബ്ലാസ്റ്റേഴ്സിന്റെ വലകാക്കും. ഇനി ഡിഫൻസിലേക്ക് എത്തുകയാണെങ്കിൽ 2 സെന്റർ ബാക്കുകളായി ഉണ്ടാവുക മിലോസ് റിൻസിച്ചും അതുപോലെ തന്നെ മാർക്കോ ലെസ്കോവിച്ചുമായിരിക്കും. അതുപോലെ തന്നെ റൈറ്റ് ബാക്ക് കൈകാര്യം ചെയ്യുക സന്ദീപ് സിംഗ് ആയിരിക്കുമെന്നാണ് അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ ലെഫ്റ്റ് ബാക്ക് മുഹമ്മദ് അസറും കൈകാര്യം ചെയ്യുമെന്ന് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇനി മധ്യനിരയിലേക്ക് വന്ന വിപിൻ മോഹനനും അതുപോലെ തന്നെ ജിക്സൺ സിംഗും അവിടെ ഉണ്ടാകും. ആ പഴയ കോംബോ വീണ്ടും തിരികെ എത്തുകയാണ്. അതുപോലെ തന്നെ അവിടെ മുഹമ്മദ് ഐമനും അതുപോലെ തന്നെ എഡ്രിയാൻ ലൂണയും ഉണ്ടാകുമെന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. അതുപോലെ തന്നെ 2 സ്ട്രൈക്കേഴ്സായി ഇഷാൻ പണ്ഡിതയും ഫെഡോർ ചേണിയും ഉണ്ടാകും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാനായിട്ട് സാധിക്കുന്നത്. ഇങ്ങനെ ലൈനപ്പിലായിരിക്കും മിക്കവാറും കേരള ബ്ലാസ്റ്റേഴ്സ് നാളെ ഇറങ്ങുക. എന്നാലും മികച്ചൊരു മത്സരം തന്നെയാണ് നമ്മൾ നാളെ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും കേരള ബ്ലാസ്റ്റേഴ്സ് ഒഡീഷയെ തകർത്തുകൊണ്ട് സെമിയിലേക്ക് മുന്നേറട്ടെ എന്ന് നമുക്കിപ്പോൾ ആശംസിക്കാം.